ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC നോട്ട്സ്. അപ്പോൾ നമുക്ക് അസിസ്റ്റൻറ്റ് പ്രസിഡൻറ്റ് ഓഫീസറിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് അടുക്കാറായിട്ടുണ്ട്. നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യാം. നമുക്കൊരു 5 ഇയേഴ്സ് ബിഫോർ വരയ്ക്കുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളൊന്ന് തറവായിട്ട് റിവൈസ് ചെയ്താൽ തന്നെ ഏകദേശം കുറച്ച് മാർക്കൊക്കെ നമുക്ക് എക്സാംസിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നോക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പറയുന്നത് ലാസ്റ്റ് ഇയർ വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് റിവൈസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. അടുത്ത പോയിന്റ്, ഗാന്ധിജിയുടെ ഇന്ത്യൻ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പരൻ സത്യാഗ്രഹമാണ്. അതല്ലെങ്കിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വർഷം 1915ആണ്. അപ്പോൾ ഇതിലേതാണ് ശരിയുത്തരം? ഡി ആണ് ശരിയുത്തരം. അതായത് 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും പോയിൻ്റാണ് ശരിയുത്തരം. തെറ്റുത്തരം ഏതാണ്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വർഷം 1915 അല്ല എന്നാണ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? പ്രാചീന മലയാളം. സെക്കൻഡ് ഓപ്ഷൻ അഭിഭാഷ, വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം. ഈ 4 ഓപ്ഷനാണ് ഉള്ളത്. ഇതിൽ ശരിയായ ആൻസർ ഏതാണ്? ഫസ്റ്റത്തെ 3 ഓപ്ഷൻ, അതായത് സി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3 ഇതൊക്കെയാണ് പ്രാചീന മലയാളം, അഭിഭാഷ, വേദാധികാര നിരൂപണം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോയാലോ. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ക്വസ്റ്റ്യൻ എന്താണ്? 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എന്തൊക്കെയാണ്? പൊട്ടവാര കുഞ്ഞാപ്പു നായർ, കൊയ്ത്താറ്റിൽ ചീരുകണ്ഠൻ, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ, പള്ളിക്കൽ അബൂബക്കർ. ഓപ്ഷൻ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? പൊട്ടവര കുഞ്ഞാപ്പു നായർ, കൊയ്ത്താറ്റിൽ ചീരുകണ്ഠൻ, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ, പള്ളിക്കൽ അബൂബക്കർ. ശരിയുത്തരം ഏതാണ്? 1, 2, 4 ഇതൊക്കെയാണ് ശരിയുത്തരം. ഏതൊക്കെയാണ്? പൊട്ടവര കുഞ്ഞാമ്പു നായർ, കൊയ്ത്താറ്റിൽ ചീരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. ഏതാണ് ശരിയായ ആൻസർ? ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? USA-യുടെ 16ാമത് പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൻ. 1861 ഏപ്രിലിൽ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1865 ഏപ്രിൽ ഔദ്യോഗികമായി യുദ്ധം അവസാനിച്ചു. അമേരിക്കൻ ഭരണഘടനയുടെ 14ാം ഭേദഗതി പ്രകാരം അടിമത്തം അവസാനിച്ചു. ആൻസർ എന്താണ്? ഓപ്ഷൻ 1, 2 and 3 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ. 5ാമത്തെ ക്വസ്റ്റ്യൻ, 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 1ാമത്തെ പോയിന്റ് എന്താണ്? ഭാവി തലമുറയുടെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, ദേശീയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക, മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ആൻസർ എന്താണ്? 1, 3, 4 ആണ്. ഓക്കെ. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം. 1961 പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. 4ാമത്തേത്, പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവുമുണ്ട്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, അതായത് 1, 3, 4 ആണ് ശരിയുത്തരം. 7ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകളുടെ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. സിന്ധു നദി നംചർബയെ കീറി മുറിച്ച് ആഴമേറിയ താഴ്വാരങ്ങളുടെ ഒഴുകുന്നു.
യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹമ്മദാബാദിൽ വച്ച് കൂടിച്ചേരുന്നു. കോസി ബീഹാറിൻ്റെ മുഖമെന്നറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര ടിബറ്റിൻ്റെ മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. ആൻസർ എന്താണ്? സി ആണ് ഓപ്ഷൻ. അതായത് രണ്ടാമത്തെ ആൻസറും മൂന്നാമത്തെ ആൻസറുമാണ് ശരിയുള്ളൂ. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ മഹാസമുദ്രം, ബി അറ്റ്ലാന്റിക് മഹാസമുദ്രം, സി പസഫിക് മഹാസമുദ്രം, ആർട്ടിക് സമുദ്രം. ഓപ്ഷൻ എന്താണ്? ബി ആണ്, അതായത് അറ്റ്ലാന്റിക് സമുദ്രമാണ് ആൻസർ. ഓക്കെ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. ഉഷ്ണമേഖലാ ചക്രവാതത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലെ സമുദ്രമേഖലകളുടെ പേരുകൾ നൽകിയിരിക്കുന്ന ശരിയായ ജോഡി കണ്ടെത്തുക. എന്തൊക്കെയാണ്? ഇന്ത്യൻ മഹാസമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ സമുദ്രം, ചൈന കടൽ, പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയുത്തരം. ക്ലിയർ ആയില്ലേ? ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ത്രിപുര, ബി മഹാരാഷ്ട്ര, സി കേരളം, ഡി ആസാം. നമ്മുടെ സ്വന്തം കേരളമാണ് ആൻസർ. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണ്? പാമ്പാടും ഷോല നാഷണൽ പാർക്ക്, മാതിക്കട്ടാൽ ഷോല, മുതുമല നാഷണൽ പാർക്ക്, ആനമുടി ഷോല നാഷണൽ പാർക്ക്. ഏതാണ്? ആൻസർ എ ആണ് ശരി ആൻസർ. ഓക്കെ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. ധരാതാലീയ ഭൂപടങ്ങളിൽ അടുത്തതായി വരക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ഓപ്ഷൻ എ നദീ താഴ്വര, ഓപ്ഷൻ എ കുത്തനെയുള്ള ചെരിവ്, സി സമതലം, ഡി നേർത്ത ചെരിവ്. ആൻസർ എന്താ വെച്ചാൽ ഓപ്ഷൻ ബി ആണ് കുത്തനെയുള്ള ചെരിവ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. നികുതി, പൊതുചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കാനാവുന്ന ഗവൺമെൻറ് ന്യായം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ വിലന്യായം, ബി ധനന്യായം, പണന്യായം, വരുമാന ന്യായം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ധനന്യായം. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ട് വരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ നികുതി പരിഷ്കാരങ്ങൾ, ഓപ്ഷൻ ബി വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ, ഓപ്ഷൻ സി വ്യാപാര നിക്ഷേപനയ പരിഷ്കാരങ്ങൾ, ഓപ്ഷൻ ഡി വ്യവസായ മേഖലാ പരിഷ്കാരങ്ങൾ. ഓപ്ഷൻ സി ആണ് വ്യാപാര നിക്ഷേപനയ പരിഷ്കാരങ്ങൾ. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏത്? ഓപ്ഷൻ എ കനറ ബാങ്ക്, ഓപ്ഷൻ ബി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി ഫെഡറൽ ബാങ്ക്, ഓപ്ഷൻ സി ഡി ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. 16ാമത്തെ ക്വസ്റ്റ്യൻ. നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യം സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ജാർഖണ്ഡ്, ബി ഒഡീഷ, സി ഛത്തീസ്ഗഡ്, ഡി ഗോവ. ഇതാണ് ആൻസർ. ഓപ്ഷൻ ബി ഒഡീഷയാണ്. 17ാമത്തേത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 ആണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1968 മുതൽ 1970 കാലയളവിലാണ്. 11 പഞ്ചവത്സര പദ്ധതികളുടെ കാലയളവ് 2007-2018 ആണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1968 മുതൽ 1970 കാലയളവിലാണ് എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2025-26 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രധാനമന്ത്രി ധൻന്യായ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ 100, ബി 150, സി 200, ഡി 50. ഏതാണ്? ഓപ്ഷൻ എ 100 ആണ്. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയതിനു വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡൻ്റായിരുന്നു ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ബി ഹരേന്ദ്രകുമാർ മുഖർജി, സി BN റാവു, ഡി സച്ചിദാനന്ദ സിൻഹ. എന്താണ്? സച്ചിദാനന്ദ സിൻഹ.
20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യത്യാസങ്ങൾ, ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നതിൽ ചേരുംപടി ചേർക്കുക. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ഈ സൈഡിൽ നിയമനിർമ്മാണ പ്രക്രിയ, സ്വതന്ത്ര നീതിന്യായ വ്യത്യാസം, അന്തർ ഫെഡറൽ സമ്പ്രദായം, നിർദ്ദേശ തത്വങ്ങൾ. ബിയിൽ അയർലൻഡ്, കാനഡ, അമേരിക്ക, ബ്രിട്ടൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതായത് നിയമനിർമ്മാണ പ്രക്രിയ എന്താണ്? ബ്രിട്ടനാണ്. ഓപ്ഷൻ 2 എന്താണ്? സ്വതന്ത്ര നീതിന്യായ വ്യത്യാസം, അമേരിക്ക. ഓപ്ഷൻ സി അന്തർ ഫെഡറൽ സമ്പ്രദായം, കാനഡ. ഓപ്ഷൻ 4 ഏതാണ്? നിർദ്ദേശ തത്വങ്ങൾ, അയർലൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവ പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഫ്രാൻസിസിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയോടെ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. നിലവിൽ ഇന്ത്യൻ ഭരണഘടന 7 മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ആൻസർ എന്താണ്? രണ്ടാമത്തെ ആൻസർ മാത്രമാണ് ശരിയുള്ളൂ. 21ാമത്തത്. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നതിൽ ചേരുംപടി ചേർക്കുക. 42ാമത് ഭേദഗതി, 86ാമത് ഭേദഗതി, 73ാമത് ഭേദഗതി, 52ാമത് ഭേദഗതി. നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം, പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതി, കൂറുമാറ്റ നിരോധന നിയമം, ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നിവ ആശയങ്ങൾ ഉൾപ്പെടുത്തി. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് 23ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രീയ നയത്തെ ബന്ധിപ്പിക്കുന്ന നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്താതെ ഏത്? ഓപ്ഷൻ എ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിയും തുല്യ വേതനം. ഓപ്ഷൻ ബി രാജ്യത്തിന് മുഴുവൻ ബാധകമായ ഐക്യദൃഢമായ ഒരു സിവിൽ നിയമസംഹിത. ഓപ്ഷൻ സി ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ഓപ്ഷൻ ഡി അടിയന്തര അയിത്താചാര നിർമ്മാർജ്ജനം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 24ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിൻ്റെ തലവൻ പ്രസിഡന്റും ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. ഓപ്ഷൻ 2. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാക്കുന്നത് പ്രസിഡന്റിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ്. 3 വന്നിട്ട് ഭരണഘടനയുടെ 99ാമത് ഭേദഗതി അനുസരിച്ച് കേന്ദ്രമന്ത്രി സഭയുടെ പരമാവധി അംഗസംഖ്യ ലോകസഭയിൽ മൊത്തം അംഗങ്ങളുടെ 20% കൂടാൻ പാടില്ല. ശരിയായവ ഏത്? 1ഉം 2ഉം മാത്രമാണ്. ഓക്കെ, 25ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം കണ്ടെത്തുക. ഓപ്ഷൻ എ ഇൻഷുറൻസ്, ബി വനം, സി പോലീസ്, ഡി കൃഷി. ആൻസർ എന്താണ്? ബി വനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും ആൻസർ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നിങ്ങളിത് ബൈ ഹാർട്ട് പഠിക്കണം ഞാൻ പറയില്ല, കാരണം മറന്നു പോവും. നിങ്ങളൊന്ന് മനസ്സിലാക്കി നന്നായിട്ട് ഓരോ ഓപ്ഷൻസ് എല്ലാം തന്നെ നോക്കി വെച്ച് തന്നെ നമുക്ക് എക്സാം പേപ്പറിൽ ഈ സെയിം ക്വസ്റ്റ്യൻ വന്നതിന് നമുക്ക് ഓൾറെഡി റീകളക്ട് ചെയ്യാൻ പറ്റും ആൻസർ എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നത്, അതായത് ഒരു ദിവസം 4 വീഡിയോസായിട്ട് ഇടുന്നുണ്ടാവുക. 25. ഓക്കെ, അതല്ല നമ്മൾ ഒറ്റ സ്റ്റിച്ചിൽ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്കും ബോറടിക്കും, നിങ്ങളും കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. ഇതാണെങ്കിൽ 25 ക്വസ്റ്റ്യൻ ആദ്യം നോക്കുക, നെക്സ്റ്റ് വീഡിയോ നമ്മൾ ബാക്കി 25 ക്വസ്റ്റ്യൻ നോക്കുക. അങ്ങനെ നമുക്ക് 1 ഡേ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. താങ്ക് യു.